അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിരന്തരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീനുൽ ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ ആ ദീനുൽ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നതിനെക്കുറിച്ചും ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുക എന്നതിനെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മം നാം ചെയ്യുമ്പോഴും ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഏതൊരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുമ്പോഴും അതിലൊക്കെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. ഇഖ്ലാസ് ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എന്തൊരു സൽക്കർമ്മമാണെങ്കിലും അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ ഉമിറു, നിങ്ങളെ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, എന്താണ്, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കീഴ്വണക്കം അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബയ്യിനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മമായാലും അതിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് ഇഖ്ലാസാണ്. കീഴ്വണക്കത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുക. ചിലപ്പോൾ നമ്മളിൽ ധാരാളം അമലുകൾ ചെയ്യുന്ന ആളുകളുണ്ടാകും. സൽക്കർമ്മങ്ങൾ, നോമ്പുകൾ, അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നവരുണ്ടാകാം, സകാത്ത്, നോമ്പ്, അങ്ങനെ തുടങ്ങിയ എല്ലാ സൽക്കർമ്മങ്ങളും കിട്ടുന്ന അവസരത്തിലൊക്കെ കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ നമ്മളിലുണ്ടാകാം. പക്ഷേ അതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല അവനത് ചെയ്യുന്നത് എങ്കിൽ അത് എത്ര തന്നെ അധികമുള്ള സൽക്കർമ്മമായാലും, എത്ര തന്നെ അവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ചെയ്ത സൽക്കർമ്മമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കുകയില്ല. മഹാനായ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, റുബ്ബ അമലിൻ സഗീരിൻ, എത്രയെത്ര ചെറിയ സൽക്കർമ്മങ്ങൾ, അഥവാ നമുക്ക് കാണുമ്പോൾ അതൊരു ചെറിയ കർമ്മമാണ് എന്ന്, സൽക്കർമ്മമാണ് എന്ന് തോന്നിപ്പോകുന്ന എത്ര സൽക്കർമ്മങ്ങളാണ് തുഅല്ലിമുഹുന്നിയ, അവൻ അതിൻ്റെ മേൽ വെച്ച നിയ്യത്ത് കാരണത്താൽ അത് വളരെ മഹത്തരമായ കർമ്മമായി തീരുന്നത്. അതേപോലെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, റുബ്ബ അമലിൻ കബീരിൻ, എത്ര വലിയ സൽക്കർമ്മങ്ങൾ, അഥവാ നമുക്ക് കാണുമ്പോൾ അവൻ എത്ര വലിയൊരു പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള വലിയ സൽക്കർമ്മങ്ങൾ ഒരു പക്ഷേ തുസഗിറുഹുന്നിയ, അവൻ്റെ നിയ്യത്ത് കാരണത്താൽ അത് ചെറിയ ഒരു അമലായി പോകുമെന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൽക്കർമ്മങ്ങളിലും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. അഥവാ മനുഷ്യരിൽ നിന്ന്, ആരിൽ നിന്നും നാം അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കരുത്, മറിച്ച് നാം ചെയ്യുന്ന സൽക്കർമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമാണ് നാം പ്രതിഫലം ആഗ്രഹിക്കേണ്ടത്. അതിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയുന്നത്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ആരാധിക്കുവാൻ വേണ്ടി ഒരു ഭവനം നീ നിർമ്മിക്കണം. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കൂട്ടി ആ കഅബാലയം നിർമ്മിക്കുകയാണ്. ആ കഅബാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്ന സമയത്ത് എന്നിട്ട് പോലും, അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ് കൽപ്പിക്കുന്നത്, അദ്ദേഹം തൻ്റെ മകനുമായി ചേർന്നുകൊണ്ട് ആ കഅബാലയം പൂർണ്ണമായി നിർമ്മിക്കുകയും അതിനുശേഷവും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത് റബ്ബന തഖബ്ബൽ മിന്ന എന്നുള്ളതാണ്.
അഥവാ റബ്ബേ, നീ ഞാൻ ചെയ്ത സൽക്കർമ്മം, നീ കൽപ്പിച്ച ആ കൽപ്പന അതേ രൂപത്തിൽ സ്വീകരിക്കുകയും എന്നിട്ട് ഞാൻ ഈ നിർമ്മിച്ച ഈ കഅബാലയം അത് നിർമ്മിക്കുവാൻ അതിൻ്റെ പിന്നിലെടുത്ത പണിയൊക്കെ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നാം ചെയ്യുന്ന സൽക്കർമ്മത്തിനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക, മറിച്ച് അതിനെത്രത്തോളം ഇഖ്ലാസ് ഉണ്ടായിരുന്നു, എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് പ്രതിഫലം നിശ്ചയിച്ചു തരിക. അതേപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആമുഖത്തിൽ പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അഥവാ ഏതൊരു കർമ്മവും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നത് ബിന്നിയാത്ത്, അത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് രൂപത്തിലാണ് അവൻ നിയ്യത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്, ഏത് രൂപത്തിലാണോ നിയ്യത്ത് വെച്ചിട്ടുള്ളത്, ആ രൂപത്തിലായിരിക്കും അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുക. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വിഭാഗം ആളുകളെക്കുറിച്ച് ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. അവർ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, അതിൽ ജനങ്ങൾ എനിക്ക് വലിയ സ്ഥാനം നൽകണമെന്നും ജനങ്ങളിൽ നിന്നുള്ള മദ്ഹ് എനിക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതിൻ്റെ ഭാഗമായി അവർക്ക് അത് നഷ്ടമായി തീർന്ന ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് അവൻ്റെ ഈ ഒരു ജീവിതത്തിൽ അവൻക്ക് ഏറ്റവും മഹത്തരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ആ 3 വിഭാഗം ആളുകൾ ചെയ്തു പോയിട്ടുള്ളത്. പക്ഷേ അവർക്ക് അതിൻ്റെ പ്രതിഫലമൊന്നും നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തില്ല. ആ 3 വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിലൊന്നാമത്തെ വിഭാഗമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം പഠിച്ച ഒരാളാണ്. അഥവാ വിശുദ്ധ ഖുർആൻ ധാരാളം പഠിക്കുകയും അത് ജീവിതത്തിൽ പാരായണം ചെയ്യുകയും ചെയ്യുന്നൊരു മനുഷ്യൻ, അവൻ ആ മറ്റുള്ള ആളുകൾക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും പാരായണം ചെയ്യുവാൻ വേണ്ടി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടുവരും. അങ്ങനെ അവനോട് ചോദിക്കും, നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, വിശുദ്ധ ഖുർആൻ ധാരാളം പഠിച്ചു, അതേപോലെ നിൻ്റെ വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് തിരിച്ചു പറയും, കദബ്ത, നീ കളവ് പറഞ്ഞിരിക്കുന്നു. കാരണം നീ വിശുദ്ധ ഖുർആൻ പഠിച്ചതും നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതുമൊക്കെ ജനങ്ങൾ നീ വലിയ കാര്യമാണ്, നീ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് നീ വിശുദ്ധ ഖുർആൻ പഠിച്ചതും പാരായണം ചെയ്തതുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് തിരിച്ചു പറയും. രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തി. ആ വ്യക്തിയാണെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് ധാരാളം പഠിച്ച് വലിയ ആലിമാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. ആ മനുഷ്യൻ ജനങ്ങൾക്ക് ധാരാളം അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യനോട് ചോദിക്കും, നീ എന്താണ് എൻ്റെ മാർഗത്തിൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ആ മനുഷ്യൻ പറയും, ഞാൻ ധാരാളം ഇൽമ് കരസ്ഥമാക്കിയിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട്, ആ അറിവ് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ധാരാളം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ജനങ്ങൾ അത് ധാരാളം പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച മനുഷ്യനോട് പറയും, കദബ്ത, നീ കളവ് പറഞ്ഞിരിക്കുന്നു. കാരണം നീ പഠിച്ചതും അതേപോലെ തന്നെ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതുമൊക്കെ നീ വലിയൊരു ആലിമാണ് എന്ന് സമൂഹത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ടല്ല എന്ന് ആ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുമെന്നാണ്. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി. ആ മനുഷ്യനാണെങ്കിൽ ഒരു യുദ്ധത്തിൽ അങ്ങേയറ്റം തനിക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ഇസ്ലാമിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കൊണ്ടുവരും. ആ മനുഷ്യരോടും ചോദിക്കും, നീ എന്താണ് ഈ പരലോകത്തിന് വേണ്ടി നിനക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ആ മനുഷ്യനോട് ചോദിക്കും. ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, നിൻ്റെ മാർഗത്തിൽ എൻ്റെ ആരോഗ്യവും ശാരീരികമായും മാനസികമായും ഞാൻ എൻ്റെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നിൻ്റെ മാർഗത്തിൽ പോരാടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയും, നീ കദബ്ത, നീ കളവ് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയും, നീ പോരാടിയതും യുദ്ധത്തിൽ പങ്കെടുത്തതുമൊക്കെ, യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ കീഴ്പ്പെടുത്തിയതൊക്കെ നീ വലിയ ഒരു ധീരനാണ്, വലിയൊരു പോരാളിയാണ് എന്ന് ജനങ്ങൾ പറയുവാൻ വേണ്ടിയാണ്
നീ പോരാടിയതും യുദ്ധത്തിൽ പങ്കെടുത്തതുമെന്ന് ഷഹീദായതുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് തിരിച്ചു പറയുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് വലിയ പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ അത് ധാരാളം സമയമെടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ രാത്രിയുള്ള ഉറക്കം മുഴുവൻ ഒഴിച്ചുകൊണ്ട് ഞാൻ ചെയ്ത സൽക്കർമ്മമാണ്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് സ്വീകരിക്കുമെന്ന ഒരു വിചാരം, ഒരു ചിന്ത ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. മറിച്ച് എത്ര തന്നെ ചെറിയ സൽക്കർമ്മമാണെങ്കിലും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമുക്ക് സ്വീകാര്യത ലഭിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയണം. അത് തന്നെയാണ് മഹാനായ പണ്ഡിതന്മാരുടെ ജീവിതമൊക്കെ നമുക്ക് തെളിയിച്ചു തരുന്നത്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഹദീസുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്ന ഹദീസുകൾ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുമ്പോൾ നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെല്ലുന്ന പ്രാർത്ഥനകളിൽ അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസുകളുണ്ട്. ആ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ നാം പ്രവർത്തിക്കുന്നുണ്ട്, നാം ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിലേക്ക് എത്തിക്കുമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര പ്രതിഫലങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് എത്ര തന്നെ ചെറുതാണെങ്കിലും മഹാനായ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ റുബ്ബ അമലിൻ സഗീറിൻ, നിങ്ങൾ എത്ര സൽക്കർമ്മങ്ങളാണ്, ചെറിയ സൽക്കർമ്മങ്ങളാണ് കാണുമ്പോൾ നമുക്ക് ചെറിയ സൽക്കർമ്മമായി തോന്നും. തുഅല്ലിമുഹുന്നിയ, എന്നാൽ നിങ്ങളുടെ നിയ്യത്ത് കാരണത്താൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു നന്മയായി അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. ഒരുപക്ഷെ നാം ഒരു മനുഷ്യന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകുകയുള്ളൂ, പക്ഷേ നമുക്കതിനുള്ള അവസരമേ ലഭിച്ചിട്ടുണ്ടാകുകയുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ അത് തൻ്റെ നാട്ടിലുള്ള തൻ്റെ കുടുംബക്കാർക്കും തൻ്റെ മക്കൾക്കും അതേപോലെ തൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അങ്ങേയറ്റം വലുതാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത്, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുക. മനുഷ്യരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്, അവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ വേണ്ടി നമ്മളാരും ഒരു അമലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. റിയാ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് നാം സൂക്ഷിക്കുക. ആ റിയാ കടന്നു വരുന്നതോടുകൂടി നമ്മൾ ചെയ്ത അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അമലുകളിൽ മുന്നേറുന്ന ആളുകളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.